ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്കോറേഴ്സ് മെയിലേക്ക് സ്വാഗതം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ തുടക്കം. UEFA ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സലോണ വിയസ് നെപ്പോളി മത്സരം സമനിലയിലാണ് അവസാനിച്ചത്. ബാഴ്സയെ സംബന്ധിച്ച് എവേ മത്സരമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ബാഴ്സലോണ നെപ്പോളിയെ തളച്ചിട്ടു എന്ന് പറയാം. ബാഴ്സയ്ക്ക് വേണ്ടി ലെവൻഡോസ്കി ഗോൾ നേടി, അതുപോലെ തന്നെ നെപ്പോളിക്ക് വേണ്ടി വിക്ടർ ഒസിമനാണ് ഗോൾ നേടിയത്. ഇനി സെക്കൻഡ് ലെഗ് എന്ന് പറയുന്നത് ബാഴ്സലോണ വിയസ് നെപ്പോളി മത്സരം നടക്കാൻ പോകുന്നത് മാർച്ച് 13-നാണ്. ആ ഒരു മത്സരം ബാഴ്സന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പോസിറ്റീവായിട്ടുള്ള അഡ്വാൻറ്റേജും ബാഴ്സയ്ക്ക് തന്നെയാണ്. കൂടുതൽ സാധ്യത ബാഴ്സലോണ വിജയിക്കാൻ തന്നെയാണ്. പക്ഷേ ഇക്കഴിഞ്ഞ നെപ്പോളി വിയസ് ബാഴ്സലോണ മത്സരത്തിന് ശേഷം നെപ്പോളിയുടെ കോച്ച് പറഞ്ഞത് അത് അവരുടെ ടീമിന് വളരെ പോസിറ്റീവ്. ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് സമനില എന്ന് പറഞ്ഞ ഡ്രോ റിസൾട്ട് എന്ന് പറയുന്നത് നെപ്പോളിക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള അഡ്വാൻറ്റേജ് ആണെന്നാണ് നെപ്പോളിന്റെ കോച്ച് മത്സരത്തിന് ശേഷം ഇന്റർവ്യൂവിൽ പറഞ്ഞത്. ആ ഒരു കാര്യത്തോട് ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല. കാരണം അവരുടെ കഴിഞ്ഞ ഒരുപാട് കളിയുടെ റിസൾട്ട് തന്നെ നോക്കുകയാണെങ്കിൽ ഒരിക്കലും അത് പോസിറ്റീവായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് അല്ല. അവർക്ക് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. അടുത്ത ബാഴ്സലോണ വിയസ് നെപ്പോളി മത്സരത്തിലും ബാഴ്സ വിജയിക്കാനാണ് സാധ്യത. അതുപോലെ തന്നെ ക്വാർട്ടർ ഫൈനലിലേക്ക് ബാഴ്സ കടക്കാൻ തന്നെയാണ് സാധ്യത. കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ നെപ്പോളിൻ്റെ കഴിഞ്ഞ 10 മത്സരങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ 3 മത്സരം മാത്രമാണ് നെപ്പോളി വിജയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 3 മത്സരങ്ങൾ തോറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ 4 മത്സരങ്ങൾ സമനിലയിലായിട്ട്. അങ്ങനെ 10 മത്സരത്തിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ആകെ 3 മത്സരങ്ങൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. ഇനി അടുത്ത മത്സരം എന്ന് പറയുന്നത് ബാഴ്സലോണ വിയസ് നെപ്പോളി മാർച്ച് 13-ന് നടക്കാൻ പോകുന്ന ബാഴ്സലോണ വിയസ് നെപ്പോളി മത്സരം എന്ന് പറയുന്നത് ബാഴ്സയെ സംബന്ധിച്ച് ഹോം ഗ്രൗണ്ടാണ്, നെപ്പോളിയെ സംബന്ധിച്ച് എവേ ഗ്രൗണ്ടാണ്. കഴിഞ്ഞ നെപ്പോളിയെ സംബന്ധിച്ച് അവർ കളിച്ചിട്ടുള്ള കഴിഞ്ഞ 4 എവേ മത്സരങ്ങളുടെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ മിലാൻ വിയസ് നെപ്പോളി മത്സരം 1-0 നെപ്പോളി പരാജയപ്പെട്ടു. അതിനുശേഷം ലാസിയോ വിയസ് നെപ്പോളി മത്സരം സമനിലയിൽ കുരുങ്ങി. അതിനുശേഷം ടൊറിഞ്ഞോ വിയസ് നെപ്പോളി മത്സരം 3-0 നെപ്പോളി പരാജയപ്പെട്ടു. അതിനുശേഷം റോമ വിയസ് നെപ്പോളി മത്സരം അതും 2-0 പരാജയപ്പെട്ടു. ഈ 4 മത്സരങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 3 മത്സരം തോൽവിയും 1 മത്സരം സമനിലയിലുമാണ്. അതുകൊണ്ട് തന്നെ ഒരു കളിയും പോലും എവേ ഗ്രൗണ്ടിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നെപ്പോളി എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ഫോമിലാണ്. അതുകൊണ്ട് തന്നെ ബാഴ്സ വിയസ് നെപ്പോളി മത്സരം ഒരിക്കലും നെപ്പോളി വിജയിക്കാനുള്ള സാധ്യതകൾ കാണുന്നില്ല. അവരുടെ പെർഫോമൻസിൽ ഒരിക്കലും വിജയിക്കാനുള്ള സാധ്യത കാണുന്നില്ല. തീർച്ചയായിട്ടും ബാഴ്സ വിജയിക്കാനും അതുപോലെ തന്നെ ബാഴ്സ ക്വാർട്ടറിലേക്ക് കടക്കാനുമാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ള കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇതുപോലത്തെ പുതിയ വീഡിയോകളുമായി സ്കോറേഴ്സ് മൈ നിങ്ങളെ എത്തുവാൻ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ് മൈ.